പാലിന്റെ വില വർധനവ് മിൽമ ചർച്ച ചെയ്ത് തീരുമാനിക്കും. മിൽമ നൽകുന്ന കാലിത്തീറ്റയ്ക്ക് പാലിന്റെ അല്ല, കാലിത്തീറ്റയ്ക്ക് വർധനവുണ്ടായിട്ടില്ല. പുറത്തു നിന്നുള്ള കാലിത്തീറ്റയ്ക്ക് പകരം കർഷകർ കേരളത്തിലെ കാലിത്തീറ്റ ഉപയോഗിക്കണം. പാൽ ഉൽപാദന മേഖലയിൽ അമേരിക്കയുമായി കരാർ ഒപ്പിട്ടാൽ കർഷകരെ ബാധിക്കുമെന്ന് മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞു. സജു തോമസ് വിവരങ്ങളുമായി ചേരുന്നു. സജു, മന്ത്രി എന്താണ് പറഞ്ഞത്? അജംസ്, ഓണത്തോടനുബന്ധിച്ച് മിൽമ പാലിന്റെ സജു, ഇത് കാലിത്തീറ്റയെ കുറിച്ചാണോ പാലിനെ കുറിച്ചാണോ മന്ത്രിയുടെ പരാമർശം? സജു, പാലിനെ കുറിച്ചാണോ കാലിത്തീറ്റയെ കുറിച്ചാണോ പരാമർശം? അതായത് പാൽ വർധനയെ പറ്റിയാണ് ആദ്യം മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. പ്രധാനമായിട്ടും പറഞ്ഞത് അതിപ്പോൾ മിൽമ ചർച്ച ചെയ്യുകയാണ്. പാലിന്റെ വർധനവ്, പാലിന് ഇപ്പോൾ എത്ര രൂപ വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ പാലിന് വില വർധനവ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തോടാണ് മന്ത്രി ചിഞ്ചു റാണിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതിപ്പോൾ മിൽമ ചർച്ച ചെയ്യുകയാണെന്നും അത് ചർച്ചയ്ക്ക് ശേഷം സർക്കാരിനെ അറിയിക്കും, അതിനുശേഷമായിരിക്കും ആ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് പാലിന്റെ വില വർധനവിൽ മന്ത്രി ചിഞ്ചു റാണിയുടെ പ്രതികരണം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കാലിത്തീറ്റയ്ക്ക് വില വർധനവ് ഉണ്ടായിട്ടില്ലെന്നും മിൽമ നൽകുന്ന കാലിത്തീറ്റ സബ്സിഡി ഇനത്തിലാണ് നൽകുന്നതെന്നുമാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കേരള ഫീഡ്സിന്റെ വിപണനം അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന കാലിത്തീറ്റയ്ക്കാണ് വിലവർദ്ധന ഉണ്ടായിരിക്കുന്നത്. അത് പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ട് ഈ ഡയറി ഫാമുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ കരാർ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെയൊക്കെയും അപ്പോയിന്റ്മെന്റ് തേടിയിട്ടുണ്ട്. അതിലെന്തായാലും ഒരു ചർച്ച ഉണ്ടാകും. കേരളത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ആശങ്കകൾ അറിയിക്കുമെന്നും ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമായിട്ട് ഈ പാലിന്റെ വിലവർദ്ധന അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാലമാണ്, ഒരു സംഭവവികാസമാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഓണക്കാലമൊക്കെ അടുത്തു വരാൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് അത് മിൽമയാണ് തീരുമാനമെടുക്കേണ്ടത്. മിൽമ തീരുമാനമെടുക്കുന്നതനുസരിച്ച് സർക്കാരിനെ അറിയിക്കുമെന്നും അതിനുശേഷമായിരിക്കും അതിന്മേലുള്ള ഒരു തീരുമാനമായി സർക്കാർ മുൻപോട്ട് പോവുക എന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ പ്രതികരണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജിംസ്.